ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ മെഹറാജ് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി 3:30 ആകാനായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കിച്ചണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഹറാജ് രാവിലെ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കുന്നത് സുന്നത്തുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മളെ ബിരിയാണി അരി വെച്ചിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ കുറച്ച് മുന്നേ യൂട്യൂബിൽ കണ്ടതേനി കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടേനി. അപ്പോൾ ഇന്ന് ഏതായാലും എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കൽ സുന്നത്താണല്ലോ. അപ്പോൾ ഈ ഒരു പായസം തന്നെ ട്രൈ ചെയ്യാൻ കരുതിട്ടോ. അങ്ങനെ എൻ്റെ കൂടെ മോളൂസും പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓളും ഞാനും പാടെ കൂടിയിട്ടാണ് പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ബിരിയാണി അരി, ഒരു ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോവാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതും അതിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അരി ഒരു ചെറുങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുവോളൊന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കണോണ്ട് അധികം ഉടഞ്ഞ് പോകുന്നില്ല കേട്ടോ. ചെറുതായിട്ട് കടിക്കാനും കാര്യത്തിനൊക്കെ കിട്ടും. അപ്പോൾ ചെറിയൊരു തീയിലിട്ടിട്ട് ഞാൻ കുറച്ച് അധികം നേരം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു അരി വറവായി വരാൻ കുറച്ച് അധികം നേരം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് വറവൊക്കെ ആയി ബ്രൗൺ കളറൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ അരി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുത്തത് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് നമ്മൾ തിളപ്പിച്ച് വെച്ചിന് കേട്ടോ കുറച്ച് വെള്ളം. ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിലും ഈ വെള്ളത്തിലും കടന്നുകാണ്ട് അരി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരമൊക്കെ ഇളക്കിയൊക്കെ മിക്സാക്കി കൊടുത്തുകാണ്ട് ഇനി ആ കുക്കറൊന്ന് അടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ അടച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് അരി വേകുവോളം ഞാൻ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിസിലൊക്കെ എടുത്ത് മാറ്റിനല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് ആവി പുറത്തേക്ക് നല്ലോണം വരുമ്പോൾ ഒന്ന് ഓഫാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ ഓഫാക്കി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അത് തുറന്ന് നോക്കിയത്. അപ്പോഴത്തേന് നമ്മളെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിന്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പാലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പായസത്തേക്ക് ഞാൻ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിന് അരി വേവിച്ചപ്പോൾ. പിന്നെ ബാക്കി പാൽ ഇപ്പോഴും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ ഏലക്കായി 2-3 ഏലക്കായും പൊടിച്ചങ്ങാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ് തന്നെയാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ടേന് കേട്ടോ. പിന്നെ ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് നന്നായിട്ട് തിളച്ച് അത് ഒന്ന് കുറുന്നനായി വരുവോളം ആ പാലിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുവോളം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കുറേ നേരം തിളപ്പിച്ചെടുത്ത് അതൊന്ന് കുറുന്നനായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 സ്പൂണ് പഞ്ചസാര മെൽറ്റ് ചെയ്തങ്ങാണ്ട് ക്യാരമലാക്കിങ്ങാണ്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പായസത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു പിങ്കിഷ് നിറമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് മെൽറ്റാക്കി എടുത്തത്. അപ്പോൾ ആ ഒരു പായസത്തേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തിനൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ ഈ ഒരു പായസം.
അപ്പോൾ ഇതാ നമ്മളെ പായസമൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഈ ഒരു പായസം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചെടുത്ത് കണ്ട് ഒരു ബൗളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ മോളൂസ് കുറേ നേരമായിട്ടോ പായസം ചോദിക്കണേ, അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രിക്കൊക്കെ നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പച്ച ചിക്കനും അതേപോലെ തന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. ഇന്ന് ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ തുറക്കുമ്പോഴത്തിന് നമുക്ക് പച്ച ചിക്കനും അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് വെള്ളക്കാന്താരി ഉള്ളതിന് കേട്ടോ, അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചിക്കനൊക്കെ കുറച്ച് നേരത്തെ തന്നെ കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത അരപ്പും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിക്ക് വേണ്ടിയാണ്ട് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിലേക്ക് മല്ലിപ്പൊടിയോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെ മതി കേട്ടോ ഈ ഒരു പച്ച ചിക്കൻ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ പച്ച ചിക്കൻ ഇങ്ങനെ മസാല തേച്ചിങ്ങാണ്ട് പൊരിച്ചു കൊടുക്കും ചിലർ. അപ്പോൾ ഞാനിതൊരു നമ്മൾ ഗ്രേവി പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ദോശയ്ക്ക്. അങ്ങനെ അതൊക്കെ പാടെ കൂട്ടി നന്നായിട്ട് മിക്സ് ആക്കിയാണ്ട് ഗ്യാസ് അടുപ്പുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തൊന്നും നിന്നിട്ടില്ല കേട്ടോ. പച്ച ചിക്കനൊക്കെ അതിൻ്റെ ഇടയിൽ റെഡി ആയിനി. പിന്നെ ദോശ ഞാൻ ചുട്ടെടുത്തിന് കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്ന് ചായയൊക്കെ കുടിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ നിസ്കരിക്കാനും അതേപോലെ തന്നെ ഖുർആൻ ഓതാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മിഅ്റാജ് രാവിലെ കുറേ ദിക്റുകളും കാര്യങ്ങളൊക്കെ പ്രത്യേകം ചൊല്ലേണ്ടി അതൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൊല്ലാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മാൻ്റെ നിസ്കാരം ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആനൊക്കെ ഏറ്റ് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാനും തന്നെ മോളൂസിനേറ്റ് ഖുർആനൊക്കെ കൊണ്ടിരിപ്പിച്ച് ഞാനും ഒരു യാസീനും ഫാത്തി അങ്ങനെയൊക്കെ ഓതാനൊക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ ഒന്ന് ഓതി പിന്നെ കുറച്ച് ദിക്റുകളും കാര്യങ്ങളൊക്കെ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലാനൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.